മനാഫ് അവരുടെ വൈകാരികതയെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തി എന്നതാണ് അർജുൻ്റെ കുടുംബം ആരോപിച്ചത്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ അടക്കമുള്ളവരാണ്. ഒപ്പം സഹോദരിയും അനിയനും ഒക്കെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തങ്ങൾ പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ പലതവണ മനാഫുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ ഇത്തരം പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണം, ഇത്തരം സ്ഥിരം യൂട്യൂബ് ചാനലുകൾക്കുള്ള അഭിമുഖങ്ങൾ നൽകുന്നു, അതിലെല്ലാം ഈ അർജുൻ്റെ കുടുംബത്തിന് വല്ലാതെ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ മനാഫ് നടത്തുന്നു എന്നതായിരുന്നു. അത് നിർത്തണമെന്നാവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ല. അതുകൊണ്ടാണ് അവസാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് അർജുൻ്റെ കുടുംബം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സിസ്റ്റത്തിൽ തങ്ങൾ പരിപൂർണമായി വിശ്വസിച്ചിരുന്നു. അതൊരു വഴിക്ക് ആ ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള നീക്കങ്ങളടക്കം നടത്തുമ്പോൾ മനാഫും ഈശ്വർ മാൽപ്പയും ചില നാടകങ്ങൾ നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ജിതിൻ ഉന്നയിച്ചത്. പ്രതികരണത്തിലേക്ക് വീണ്ടും. ആ സമയത്താണ് പിന്നെ അവിടുത്തെ SP-ക്കും MLA-ക്ക് ഈ കാര്യം മനസ്സിലാവുകയും അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം മാൽപ്പയെ അവിടുന്ന് ഇനി കാരണം മാൽപ്പയെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു SP പറഞ്ഞ നാരായണ സാർ പറഞ്ഞ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നോട് അഞ്ജുനും അഭിജിത്തിനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. അവിടെ നിന്ന് എന്ത് ലഭിച്ചാലും ആദ്യം അത് ഡിക്ലെയർ ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അപ്പോൾ പുള്ളി എന്താ ചെയ്തത്, പുള്ളിയുടെ യൂട്യൂബ് ചാനലിലാണ് ഇതേ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന വ്യക്തി മനാഫെ ആണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കും. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കാൻ എന്താരോ 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പോൾ കാണുന്നുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജിത്തിനോട് നോക്കൂ. ഇത്രയും കാര്യം അഞ്ജു പെട്ടെന്നൊരു തരത്തിൽ വൈകാരികമായ തലത്തേക്ക് പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ജു ഇത്രയും വൈകാരിക തലത്തേക്ക് മാറിപ്പോയത്. അവളവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഫണ്ട് പിരിവ് ഫണ്ട് അയാൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലോറി ഉടമ മനാഫ് തന്നെയാണ്. അതിന് ലോറി ഉടമ എന്ന് പറയാൻ ഞങ്ങൾ സാധ്യമല്ല, എങ്കിലും മനാഫ് എന്നേ ഞങ്ങൾക്ക് പറയാൻ നിർവാഹമുള്ളൂ. അങ്ങനെ അതിൽ ഞങ്ങൾ കൂടുതൽ പിന്നെ ഇത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കുറേ നല്ല ആൾക്കാർ വീഴുന്നു പോകുന്നു. അവരെന്താണ് നിരന്തരമായിട്ട് വീടുകൾ സന്ദർശിച്ച് അവർ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ സാമ്പത്തികങ്ങളെ സഹായിക്കാം, എല്ലാ കാര്യങ്ങളും വാഗ്ദാനങ്ങൾ ചെയ്ത് മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, കൃഷ്ണപ്രിയയ്ക്ക് ജോലിയായിട്ടുണ്ട്. ഇവരൊക്കെ നോക്കൂ, അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കുക, ഇവന് 75,000 രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത്രയും ദാരിദ്ര്യത്തിൽ പിന്നെ എങ്ങനെ കടന്നു? നോക്കൂ, ആ തരത്തിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത്. എന്നോടായാലും അഞ്ജുവിനോടായാലും അഭിജിത്തിനോട് ഇവരൊക്കെ നോക്കൂ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു. മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയെ. അതായത് അർജുൻ്റെ പൈസയെല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു അവനെ ദാരിദ്ര്യത്തിലാക്കി എന്ന ഒരു പിന്നെ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കരുത്, അഭ്യർത്ഥിക്കുകയാണ്. സഹായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കുത്തി നോവിക്കാൻ പാടില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. രാഹുൽ KV ഉണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. രാഹുൽ, വളരെ സങ്കടത്തോടെയും നിരാശയോടെയും ഒക്കെയാണ് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളെല്ലാവരും അത് കേൾക്കുന്നതും വല്ലാത്തൊരു അസ്വസ്ഥതയോടെയും ഒക്കെയാണ്. കാരണം ഈ ഒരു ദൗത്യം എങ്ങനെയാണ് മലയാളികൾ മുഴുവൻ ഈ ദൗത്യത്തിനൊപ്പം നിന്ന് ഒരാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെ നടന്നു എന്നൊക്കെ അതിനിടയിൽ ഉണ്ടായ ചില കശവിശകളൊക്കെ അറിയാം. എങ്കിൽ പോലും ഒരു വലിയ കൂട്ടായ്മ തന്നെയായിരുന്നു. പക്ഷേ അതിനിടയിൽ ഇത്തരം ചൂഷണങ്ങൾ അല്ലെങ്കിൽ അതിവൈകാരികത, ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ പോലും ആളുകൾ ഉന്നയിക്കുന്നതാണ് വൈകാരികത കൂടുതലായി വരുന്നുവെന്ന്. പക്ഷേ ചില സമയങ്ങളിൽ അവരുടെ വികാരങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കടമ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോയി എന്നതാണ് മനാഫിനൊക്കെ എതിരായിട്ടുള്ള ആരോപണമായി കുടുംബം ഉന്നയിക്കുന്നത്. എന്താണ് അവർ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ പ്രതികരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? ദിവിഷ, കുടുംബം അഭ്യർത്ഥനയുമായാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് കുടുംബം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലാണ് ലോറി ഉടമ
അതായത് ലോറിയുടെ യഥാർത്ഥ RC ഓണർ എന്നത് മനാഫിൻ്റെ സഹോദരൻ മുബീനാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ കാര്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിലേക്കോ ഷിരൂരിലൊക്കെ മുഴുവൻ സമയം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് അങ്ങനെ വരാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ മനാഫ് കുടുംബത്തിൻ്റെ വൈകാരികത മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ ഒരു നേട്ടത്തിന് വേണ്ടി എന്ന വണ്ണം അവസാന നാളുകളിൽ പ്രവർത്തിക്കുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അർജുൻ്റെ സംസ്കാരം കഴിഞ്ഞു. ഇപ്പോഴും അർജുൻ്റെ കുടുംബത്തിനെ സഹായിക്കാൻ എന്ന പേരിൽ പണപ്പിരിവ് നടത്തുന്നു. കുടുംബത്തിനേതായാലും പണത്തിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരും ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അവസാനമായി കുടുംബത്തെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായി ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലിയുമൊക്കെ നൽകിയതാണ്. അപ്പോൾ കുടുംബത്തിന് നൽകാനെന്ന പേരിൽ പണപ്പിരിവ് നിർത്തുന്നത് അവസാനിപ്പിക്കണം. വൈകാരികത വിറ്റ് ജീവിക്കുന്ന ഒരു സമീപനമാണ് മനാഫായാലും മനാഫിൻ്റെ ചുവട് പിടിച്ച മറ്റു ചില ആളുകൾ, അതായത് അവസാന നാളുകളിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകരാണെങ്കിലും നടത്തുന്നത് എന്നാണ് കുടുംബം കണ്ണീരോടെ പറയുന്നത്. എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അവർ. ഇത് അവസാന വാക്കായി കാണുക, ഇല്ലെങ്കിൽ ഇത്തരം ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും എന്നുകൂടിയാണ് അവർ പറയുന്നത്. അതിനൊപ്പം തന്നെയാണ് പല ഘട്ടങ്ങളിലായി നടന്ന തിരച്ചിലാണ്, സമാനതകളില്ലാത്ത തിരച്ചിലാണ്. അപ്പോൾ ആദ്യ 2 ഘട്ടങ്ങളിലുമൊക്കെ കുടുംബത്തിനൊപ്പം പൂർണ്ണമായും തന്നെയാണ് മനാഫാണെങ്കിലും ഒക്കെ തന്നെ നിന്നിരുന്നത്. പക്ഷെ അവസാന നാളുകളിൽ ഇതിന് അർജുൻ്റെ വാർത്തയ്ക്ക് പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. കുടുംബത്തിൻ്റെ ആ ഒരു വൈകാരികമായ അപ്രോച്ചിനൊക്കെ ആളുകൾക്കിടയിൽ കൂടുതൽ ഇമ്പാക്റ്റ് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വിധത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് മനാഫാണെങ്കിലും പോയത് എന്നാണ് കുടുംബം പറയുന്നത്. മനാഫിനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിലെ വ്യൂവേഴ്സിനെ കൂട്ടുക എന്നത് മാത്രമായിരുന്നു അവസാന നാളുകളിലെ ഉദ്ദേശം എന്നുകൂടിയാണ് കുടുംബം പറയുന്നത്. അപ്പം തന്നെയാണ് ഈ തിരച്ചിൽ 25-ാം തീയതിയാണ് ട്രക്കും അർജുനെയും കണ്ടെത്തുന്നത്. അതിന് തലേ ദിവസം തന്നെ ഈ ട്രക്ക് എവിടെയുണ്ടെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കുടുംബത്തെ ഭരണകൂടം അറിയിച്ചിരുന്നു. ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തരുത് എന്നുകൂടി പറഞ്ഞിരുന്നു. പക്ഷേ മനാഫും ഈശ്വർ മാൽപ്പയും ചേർന്ന് മറ്റു സ്ഥലങ്ങളിൽ മറ്റു പോയിന്റുകളിൽ നടത്തിയ തിരച്ചിൽ, മറ്റു വാഹനങ്ങളുടെ ഭാഗങ്ങൾ മുങ്ങിയെടുത്തതൊക്കെ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 2 ദിവസമെങ്കിലും നീണ്ടുപോകുന്നതിന് കാരണമായി എന്നതാണ്. ഔദ്യോഗിക സംവിധാനം പൂർണ്ണമായും അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈശ്വർ മാൽപ്പയ്ക്കും യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം ഷിരൂരിൽ നടത്തുന്ന രാഹുലെ